ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചു. കുടുംബം ആവശ്യപ്പെട്ട കാര്യങ്ങൾ SIT അന്വേഷിച്ചില്ലെന്നും നിലവിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടെന്നും സഹോദരൻ പ്രവീൺ ബാബു മീഡിയ വണ്ണോട് പറഞ്ഞു. കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. പ്രോസിക്യൂഷന്റെ നിലപാടും കോടതി തേടിയിട്ടുണ്ട്. ഈ പമ്പുമായിട്ട് ബന്ധപ്പെട്ട പമ്പിന്റെ റിയൽ ഓണർ ആരാണ്, ഈ പമ്പിലെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ഒരു വ്യക്തി എങ്ങനെയാണ് അതിനെ അപേക്ഷിക്കുന്നത്, അപ്പോൾ അതിലെ ബിനാമി ട്രാൻസാക്ഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷണത്തിന്റെ പരിധി വന്നിട്ടില്ല. അവരൊരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് ഇന്ന രീതിയിലായിരിക്കും അതിന്റെ എന്തെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ട് നേരത്തെ കോടതിയിൽ പോയിരുന്നത്. നമ്മളൊന്ന് CDR കളക്ട് ചെയ്യണമെന്ന് ഈ മൊഴികളുടെ വൈരുദ്ധ്യം ഇവരെ തന്നെ വിസ്തരിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. ഇവർ കോൾ ചെയ്ത ഹിസ്റ്ററിയും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളും അവരോടുള്ള ക്ലാരിഫിക്കേഷൻസും വരുത്തേണ്ടതുണ്ട്. ഈ ഭാഗങ്ങളൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കുടുംബം കോടതിയെ സമീപിച്ചിട്ടുള്ളതാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. വീണ്ടും കുടുംബം ഇതേ ആരോപണങ്ങളാണോ ഹർജിയിൽ പറയുന്നത്? എന്തൊക്കെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പ്രത്യേക പോലീസ് സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തെ ചോദ്യം ചെയ്താണ് കുടുംബം വീണ്ടും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ടെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ ഇതുവരെ ഇല്ലാത്ത ചില സാക്ഷികളെ കൂട്ടിച്ചേർത്തതിൽ ദുരൂഹതയുണ്ട്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിലേക്ക് അന്വേഷണം നീങ്ങിയില്ല. ദിവ്യയും പ്രശാന്തനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചില്ല. ആരോ എഴുതി നൽകിയ തിരക്കഥയ്ക്കനുസരിച്ചായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു. അന്വേഷണം ഏകപക്ഷീയമാണെന്നും തുടരന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കേസിന്റെ തുടർ നടപടികൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനുള്ള നിയമ നടപടികൾ നടക്കുന്നതിനിടെയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജിയിൽ പ്രോസിക്യൂഷൻ നിലപാട് തേടിയ കോടതി കേസ് പരിഗണിക്കുന്നത് ഈ മാസം 16 മാറ്റിയിട്ടുണ്ട്. ശരി സുനിൽ.